ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബി പോസിറ്റീവ് വിത്ത് ശൈലു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. ഒത്തിരി ഇലയൊന്നും വീഴാനൊന്നുമില്ല, അവിടെ ഇവിടേക്കായിട്ട് ഇല വീഴാനുള്ളൂ. അവിടെ നിന്നൊരു വലിയ മാവ് വെട്ടിക്കളഞ്ഞുകൊണ്ട് അവിടെ അധികം ചവറുകളൊന്നും വീഴാറില്ല. എന്നാലും മുറ്റം എല്ലാ ദിവസവും അടിച്ചില്ലെങ്കിലൊരു വൃത്തിയില്ലാതിരിക്കും. പിന്നെ നമ്മുടെ സാന്നിധ്യം എപ്പോഴും വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഈ പാമ്പും മറ്റ് ഇഴജന്തുക്കളൊക്കെ വരാതിരിക്കാൻ നല്ലതാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. പാമ്പ് വരാതിരിക്കാനായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വീടിന് ചുറ്റും മണ്ണെണ്ണ തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ എഴിഞ്ഞ് കയറി വരും. വീടിൻ്റെ വാതിലൊന്നും തുറന്നിടരുത്, പുറകുവശം മുൻവശം ഒന്നും നമ്മൾ തുറന്നിടരുത്. നമ്മൾ ഇരിക്കുമ്പോൾ മാത്രം നമ്മുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് വാതിലൊക്കെ തുറന്നിടാവുള്ളൂ. അല്ലെങ്കിൽ ഇവറ്റകൾ അകത്ത് കയറി പറ്റിയാൽ ഏതെങ്കിലും മൂലയിൽ കയറിയിരിക്കും. കണ്ടില്ലേ, ആ പൂച്ച എപ്പോഴും എൻ്റെ പുറകെ ഉണ്ടാവും. ഞാൻ മുറ്റത്തിറങ്ങിയാൽ അവിടെ നിന്ന് മാറില്ല അവർ. അപ്പം നമുക്കൊന്ന് ക്ലീൻ ആക്കാം.
അടിച്ചിങ്ങനെ കൂട്ടിയിടാൻ നല്ല രസമാണ്. ആരെങ്കിലും വാരാനുണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അപ്പം നമുക്കത് അടിച്ച് കൂട്ടിയിട്ട് ഒരു പെയിൻറ്റ് ബക്കറ്റിൽ വാരിയെടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതുപോലെയുള്ള കാലാവസ്ഥയിൽ ഇപ്പം മഴയൊക്കെ തുടക്കമായാലും ഇങ്ങനത്തെ കാലാവസ്ഥയിൽ നമ്മൾ കൈകൊണ്ട് വാരരുത് കേട്ടോ മുറ്റത്തുനിന്ന് ചവറുകളൊക്കെ. കാരണം നമുക്ക് എലിപ്പനി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഡസ്റ്റ് പാൻ എടുത്ത് ചൂലുകൊണ്ട് അടിച്ച് കയറ്റി ഒരു പെയിൻറ്റ് ബക്കറ്റിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് കൊണ്ടുപോയി ദൂരെ കളയുക. നമ്മൾ കൈ കൊണ്ടൊന്നും അത് എടുക്കരുത്. അതുപോലെ പുല്ല് പറിക്കുമ്പോഴൊക്കെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എലിപ്പനി ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണിത്. മഴക്കാലം തുടങ്ങുമ്പോഴാണ് എലിപ്പനിയുടെ ആരംഭം. അതുപോലെ കൊതുക് കടി ഏൽക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. ഡെങ്കിപ്പനി വരാനും സാധ്യതയുണ്ട്. അതിൻ്റെയൊക്കെ കാലാവസ്ഥയാണിപ്പോൾ ഈ മഴക്കാലം. ഇത്ര ദിവസം വലിയ കൊതുകൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും കൊതുക് തുടങ്ങി. ഇങ്ങനെ നമ്മൾ ഡസ്റ്റ് പാനിൽ വാരി നമ്മൾ തൊടാതെ തന്നെ കോരിയിടണം കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൈയും കാലൊക്കെ സോപ്പിട്ട് കഴിഞ്ഞിട്ട് വേണം അകത്ത് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഇത്ര നാളും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ക്ലീനാക്കിയ മുറ്റമൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീനാക്കിയത്. മഴ ആയതുകൊണ്ട് ഭയങ്കര കാട് പിടിച്ചു എല്ലാം. ഇനി വലിയ പാടാണ്. ഇനി പുല്ല് പറിച്ചാലും പോവില്ല. ഇഷ്ടം ഒരു ചെന്തങ്ങാണ് കേട്ടോ അവിടെ നിന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുന്തിരി വള്ളിയാണ് കേട്ടോ. ഈ മുന്തിരിയിൽ നമ്മൾ മുന്തിരിയുടെ കൂമ്പ് ഇലകൾ വരുമ്പോഴും നമ്മളത് നുള്ളിക്കളയണം. എന്നാലാണ് നമുക്ക് മുന്തിരി ഉണ്ടാവുള്ളൂ. ഇത് ഞാനങ്ങനെ നുള്ളിക്കളഞ്ഞ് മുന്തിരി ഉണ്ടായി തുടങ്ങി. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടില്ലേ, കുരുകുരൂന്ന് കണ്ട, അതൊക്കെ മുന്തിരി കൊലകളാണ്. ഇനി വലുതാകുമ്പോൾ കാണിക്കാം. ഒരുവിധമൊക്കെ വലുതായി തുടങ്ങുമ്പോഴത്തേക്കും കിളികൾ കൊണ്ടുപോകും. ഉണ്ടാവുകയാണെങ്കിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതാണ് മുന്തിരി. നമ്മൾ മുന്തിരിച്ചെടി നട്ടാൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൽ ഒത്തിരിയൊന്നും ഉണ്ടായില്ലെങ്കിലും ഇതുപോലെ ഒക്കെ ഉണ്ടാവാറുണ്ട് അത്യാവശ്യത്തിന്. ഇതിപ്പം മുന്തിരി ഉണ്ടാവുന്ന കാലാവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്ത കാഴ്ചകൾ.